സമയത്തിന് നമുക്ക് നമസ്കരിക്കാൻ കഴിയുള്ളൂ. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. പരലോകത്തെക്കുറിച്ചുള്ള പേടിയുണ്ടെങ്കിൽ മാത്രമാണ് 5 നേരത്തെ നമസ്കാരം സമയങ്ങളിൽ നമുക്ക് നമസ്കരിക്കാൻ കഴിയുള്ളൂ. ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണുന്നില്ല. നേരത്തെ പറഞ്ഞില്ലേ, ഒരു കല്യാണം ഉണ്ടായാൽ അന്നത്തെ അവസ്ഥ എന്താ? സമയത്തിന് നമസ്കരിക്കുമോ നമ്മൾ? ഇല്ല. എന്തുകൊണ്ട്? അല്ലാഹു പറയാ, റിജാലുൻ, ചില ആളുകളുണ്ട് ആ പള്ളിയിൽ, ലാ തുൽഹീഹിം തിജാറ, ഒരു ബിസിനസ്സുകളും അവിടെ ശ്രദ്ധ തിരിക്കുന്നില്ല, വലാ ബൈഉൻ, കച്ചവടങ്ങളും അവിടെ ശ്രദ്ധ തിരിക്കുന്നില്ല. എന്തിൽ നിന്ന്? അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, സ്മരിക്കുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നില്ല. വഇഖാമിസ് സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നില്ല. വഈതാഇസ് സകാത്ത്, സകാത്തുകൾ കൊടുക്കുന്നതിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നില്ല. കാരണം എന്തേ? യഖാഫൂന യൗമാ, ഒരു ദിവസത്തെ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഈ ദിവസം? നമുക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ? ആ ദിവസത്തെ കുറിച്ച് പേടിയുണ്ടാകുന്നവർക്ക് മാത്രമാണ് സ്വർഗം. ഉലൈക ഫീ ജന്നാതിൻ മുക്രമൂൻ, അവർ ആദരണീയമായ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞു. ആര്? വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ, അല്ലാഹുവിന്റെ ശിക്ഷ, തങ്ങളുടെ രക്ഷിതാവിന്റെ ശിക്ഷയിൽ നിന്ന് ഭയപ്പെട്ടുകൊണ്ട് കഴിയുന്നവർക്കാണ്, അവരാണ് ആദരണീയമായ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുകള്. പരലോകത്തെ കുറിച്ചുള്ള പേടി വേണം നമുക്ക്. കല്ലാ ബല്ലാ യഖാഫൂനൽ ആഖിറ, നിങ്ങൾ പരലോകത്തെ ഭയപ്പെടാത്ത, അവർ പരലോകത്തെ ഭയപ്പെടാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞല്ല. ഇന്ന് നമ്മളൊക്കെ അവസ്ഥ ആകൂലയാണ്. എന്താണ് പരലോകം എന്നുള്ളത് നമ്മളെ മനസ്സിലേക്ക് കയറിയിട്ടില്ല. വിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും പരലോകത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളെങ്ങാനും ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഭയപ്പെട്ടുകൊണ്ടാണ് നിൽക്കുക. കാരണം പരലോകത്ത് നമുക്ക് നിൽക്കേണ്ടത് എവിടെയാണ്? പടച്ച റബ്ബിന്റെ മുമ്പിലാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞത്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആരാണോ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ അവനാണ് സ്വർഗ്ഗമുള്ളത്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ കുറിച്ച് ഭയപ്പെടുന്നുണ്ടോ അവർക്കാണ് സ്വർഗമെന്നാണ്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ മരണപ്പെട്ടതിന് ശേഷം, മണ്ണായതിനു ശേഷം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളവിടെ പുറത്തു കൊണ്ടുവരുമെന്നാണ്. ആ വിശ്വാസം നമുക്കുണ്ടോ? ഇല്ല. ഇന്ന് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ആളുകൾ ഇങ്ങനെ ജീവിക്കുന്നു, ആ കൂട്ടത്തിൽ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് എന്നെ പടച്ച റബ്ബ് സൃഷ്ടിച്ചത്? ഇനി ഞാൻ മരിച്ചാൽ എന്താകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഭയവും നമ്മുടെ മനസ്സിലില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു നമ്മളെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. ഇങ്ങോട്ടേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുവന്നതാണ്. ഇനി നമ്മളെ തിരിച്ചു കൊണ്ടുപോവുകയാണ് എന്നാണ്. അതുകൊണ്ടാണല്ലോ മരണ വാർത്തകൾ കേൾക്കുമ്പോ ഇന്നാള് മരിച്ചു, ഇന്നാള് മരിച്ചു വാർത്ത കേൾക്കുമ്പോ ഏത് വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും വിശ്വാസമില്ലാത്ത രൂപത്തിൽ പറയുന്ന ഒരു വാക്ക് അതേതാ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളൊക്കെ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് ഞങ്ങൾ മടങ്ങുന്നത്. അത് വിശ്വസിച്ചുകൊണ്ട് പറയുന്നതാ. അത് നേരത്തെ ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, ഏതാളെ കൂടെയും ഒളിച്ചോടുന്ന ആൾക്കും അതും പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപകടം ഉണ്ടാകുമ്പോഴൊക്കെ പറയും. അങ്ങനത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും പറയും. പക്ഷേ ഞാനിവിടെ സ്വന്തമായി ഉണ്ടായതല്ല. എനിക്ക് എല്ലാ സൗകര്യങ്ങളും എന്നെ നൽകിക്കൊണ്ട് എനിക്ക് ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ നൽകിയത് സർവശക്തനായ അല്ലാഹുവാണ്. അവനാണ് എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അവന്റെ അടുക്കലേക്ക് എന്നെ ഏത് നിമിഷവും തിരിച്ചു വിളിക്കും. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ ദുനിയാവിൽ വെറുതെ സൃഷ്ടിച്ചതാ, കുറച്ചു കാലം ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വേണ്ടതായൊക്കെ ജീവിച്ച് മരിച്ചു പോകാനാണോ? നിങ്ങൾ അങ്ങനെ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരാണോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് മടക്കപ്പെടുകയും ചെയ്യില്ലേ എന്നാണ് ചോദിക്കുന്നത്. വിശ്വാസികൾ നമ്മൾ ഏത് സമയവും പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് പോകേണ്ടവരാണ്.
പടച്ചറബിന്റെ മുമ്പിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന്റെ പേരാണ് പരലോകം. ഞാൻ അതിന്റെ മുമ്പത്തെ കാര്യങ്ങൾ പറയുന്നില്ല. എന്നാലും മരിച്ചാൽ അള്ളാഹു നമ്മളെ പുനർത്തെഴുന്നേൽപ്പിക്കുവാൻ കഴിവുള്ളവരാണ് എന്ന ബോധം നമുക്കുണ്ടാവാൻ അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സംശയിച്ച ആളുകൾക്ക് മറുപടിയായി അള്ളാഹു കൊടുത്തതാണ്. അവര് പറഞ്ഞത് ഈ നുരുമ്പിയ എല്ലുകൾ നുരുമ്പിയ എല്ലെടുത്തുകൊണ്ടിട്ടാ ചോദിച്ചത്, ഈ എല്ല് ഇനി മനുഷ്യനാകുമെന്നാണോ? ഈ എല്ല് ഇനിയും പഴയ പോലുള്ള മനുഷ്യനാകുമെന്നാണോ എന്നാണ് അവർ ചോദിച്ചത്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, അവർക്ക് മറുപടി പറയാൻ പറഞ്ഞു, കുൽ യുഹീഹല്ലദീ അൻശാഹാ അവ്വല മർറ. ആദ്യത്തെ പ്രാവശ്യം ആരാണോ അതിനെ ഉണ്ടാക്കിയതെങ്കിൽ അവൻ തന്നെ ആ മനുഷ്യനെ വീണ്ടും കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും പരലോകം ഉണ്ടാകുമെന്നാണ്. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യുഹീൽ മൗതാ. അല്ല, നിങ്ങൾ ആലോചിച്ചു, മരിച്ചവരായ ആളുകളെ പുനർത്തെഴുന്നേൽപ്പിക്കാൻ പടച്ചറപ്പിന് കഴിയും. വ്യത്യസ്ത ആയത്തുകളിലായി ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ വീണ്ടും ഇവിടെ ജീവിപ്പിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ്. ആ ബോധം നമുക്ക് വേണ്ട എന്തായിരുന്നാലും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. അതെപ്പോഴാ തുടങ്ങുക? കാഹളത്തിൽ ഒരു ഊത്ത് ഊതുമ്പോഴാണ്. നമുക്കറിയാം, വനുഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർള് ഇല്ലാ മൻ ശാ അല്ലാഹ്. കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ആകാശഭൂമികളിലുള്ള എല്ലാവരും ചലനമറ്റുകൊണ്ട് വീഴുമെന്നാണ്. പിന്നെ എല്ലാവരും മണ്ണിന്റെ അടിയിലാകാണ്. കാരണം എല്ലാം എല്ലാം പൊട്ടി തകർന്നുകൊണ്ട് എല്ലാം പൊടിപടലങ്ങളായി മാറുകയാണ്. ആ പൊടിപടലങ്ങളിലായി നിൽക്കുമ്പോ അള്ളാഹു പൊടികളൊക്കെ അവസാനിപ്പിക്കുമ്പോ ആദ്യം കനള്ളതൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ മനുഷ്യന്മാരുടെ മുകളിൽ മണ്ണുകൾ വന്ന് മണ്ണിന്റെ അടിയിലായി മനുഷ്യന്മാർ മാറും. എത്ര കാലമാണോ കടക്കാൻ ഉദ്ദേശിച്ചത് അത്ര കാലം കടക്കും. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനോട് വീണ്ടും ഊതാൻ പറയുമ്പോ കാഹളത്തിലെ ഊത്ത് വരും. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. വീണ്ടും കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ മനുഷ്യന്മാരെല്ലാവരും ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് റബ്ബിന്റെ അടുക്കലേക്ക് പോകുകയാണ്. എങ്ങനെ എഴുന്നേൽക്കുക? ഖുശഅൻ അബ്സാറുഹും യഖ്റുജൂന മിനൽ അജ്ദാസ് കഅന്നഹും ജറാദും മുൻതശിർ. നമ്മളെ നാട്ടിലുണ്ടല്ലോ, മഴ പെയ്തു കഴിഞ്ഞാൽ പാറ്റകൾ പൊടിയും. ആ പൊടിയുന്നത് പോലെയാണ് ജറാദ് എന്ന് പറയുന്ന വെട്ടുകിളികൾ ഉണ്ടാവാറുള്ളത്. ഒരൊറ്റ കുഴി തന്നെ ധാരാളം പൊടിഞ്ഞു വരും. അങ്ങനെ മനുഷ്യന്മാര് മണ്ണിന്റെ ഉള്ളിൽ നിന്നിട്ട് എഴുന്നേറ്റ് വരുമെന്നാണ് അത് പറഞ്ഞത്. ഖുശഅൻ അബ്സാറുഹും, ഖുശഅൻ അബ്സാറുഹും, കണ്ണ് താത്തിക്കൊണ്ടാണ്. നമുക്ക് പേടിയില്ലല്ലോ. എന്തേ? അതാണ് പരലോകത്തെ കുറിച്ച് നമ്മൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കിയിട്ടില്ല. വിശ്വാസികളെ, പരലോകത്തെ കുറിച്ചുള്ള പേടി നമുക്കുണ്ടാവേണ്ടത്. എന്താ പരലോകം? മണ്ണിൽ നിന്നിട്ട് എഴുന്നേറ്റ് വരുമ്പോഴേ നമ്മളെല്ലാവർക്കും അറിയാം ഞാൻ എന്ത് തെറ്റാണ് ദുനിയാവിൽ ചെയ്തത് എന്ന്. എല്ലാ മനുഷ്യന്മാർക്കും അറിയുന്ന രൂപത്തിലാണ് മഹ്ശറയിൽ പുനർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. പേടിണ്ടോ? എഴുന്നേൽക്കുമ്പോ നേരെ എഴുന്നേൽക്കുന്നത് നമ്മളെ എല്ലാവർക്കും അറിയും. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അള്ളാഹ്ക്ക് അറിയുന്നല്ല, അള്ളാഹ്ക്കല്ല, കാണുന്ന മഹ്ശറയിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും അറിയും ഞാൻ എന്ത് തെറ്റ് ചെയ്തു. പേടിക്കണ്ടേ? ആർക്കെങ്കിലും അങ്ങനെ പേടിക്കുന്നവർ വന്നിട്ടുണ്ടോ? ഖബറിന്ന് എഴുന്നേൽക്കുമ്പോ തന്നെ അറിയാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പൊതുജനങ്ങൾക്ക് അറിയുന്ന ഒരു രംഗം. അലിച്ചോക്കിങ്ങള് യുറഫുൽ മുജ്രിമൂന ബിസീമാഹും, യുറഫുൽ മുജ്രിമൂന ബിസീമാഹും. പാപം ചെയ്തവരായ ആളുകൾ അവരുടെ അടയാളങ്ങളെ കൊണ്ട് തന്നെ അവരെ തിരിച്ചറിയുന്നതാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തോ എന്നെ മുഴുവൻ ആളുകൾക്കും തിരിച്ചറിയുന്ന ഒരു രൂപത്തിലാണ് പുനർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. വിശ്വാസികളെ ഭയപ്പെടേണ്ട നമ്മള് വിശുദ്ധ ഖുർആനത അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ കേട്ടിട്ട് വിശ്വാസിയാവാതെ തിരിഞ്ഞു കളഞ്ഞുകൊണ്ട് ജീവിച്ചവരായ ആളുകള് മഹ്ശറയിൽ നിന്ന് ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അവരെ ലോകത്തുള്ള ആളുകൾക്ക് മുഴുവൻ തിരിച്ചറിയുന്ന രൂപത്തിലാണെന്ന് സൂറത്ത് ഇസ്രായിൽ പറയുന്നത്. എന്താ? വനഹ്ശുറുഹും അലാ വുജൂഹിഹിം ഉംയൻ വബുക്മൻ വസുമ്മാ.
അവരെ നമ്മൾ പുനഃച്ചെഴുന്നേൽപ്പിക്കുക. അഥവാ വഴികേടിലായി ജീവിച്ചവരായ ആളുകളെ പുനഃച്ചെഴുന്നേൽപ്പിക്കുമ്പോ അവരെ എങ്ങനെയാ കടത്തുക? വനഹ്ശുറുഹും, അവരെ നമ്മൾ ഒരുമിച്ച് കൂട്ടുക. അലാ വുജൂഹിഹിം, കാല് മേലോട്ടാക്കി മുഖം നിലത്ത് കുത്തിക്കൊണ്ട് മഹ്ശറയിൽ നിൽക്കും. ഖുർആനാ പറയുന്നത്, വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. നമുക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ? എന്തേ പേടിക്കാത്ത നമ്മള്? കാല് നിലത്തേക്ക് അല്ല, കാല് മേലെയാണ്, മുഖത്തിലൂടെ കൊണ്ടുവരും. കഴിഞ്ഞിട്ടില്ല. ഓമിയൻ, കണ്ണ് കാണില്ല അവർക്ക്. സംസാരിക്കാൻ കഴിയില്ല, ചെവി അവർക്ക് കേൾക്കുകയില്ല. പേടിയുണ്ട് നമുക്ക് ആർക്കെങ്കിലും? ഇനി മുസ്ലിങ്ങള്, നമ്മളെ പോലെയുള്ള മുസ്ലിമീങ്ങളുമാവാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ കേട്ടു, ഒരുപാട് തവണകളിൽ മദ്രസകളിൽ വെച്ച് പഠിച്ചു, പള്ളികളിൽ ജുമാകളിൽ നിന്ന് കേട്ടു, ഇതുപോലുള്ള ക്ലാസ്സുകളിൽ നിന്ന് കേട്ടു, വാട്സപ്പുകളിൽ സന്ദേശങ്ങളിൽ നിന്ന് കേട്ടു. എന്നിട്ട് അള്ളാഹുവിന്റെ ആയത്തുകൾ ജീവിതത്തിൽ പകർത്താതെ തിരിഞ്ഞു കളഞ്ഞവരായ മനുഷ്യന്മാർ അവരെ കൊണ്ടുവരുന്നത് എങ്ങനെയാ? വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. ഖുർആൻ ആയത്ത് കേട്ടു, കേട്ടിട്ട് തിരിഞ്ഞു കളഞ്ഞവരെന്നാണ്. വമൻ അഅറദ അൻ ദിക്രി, എന്റെ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവരായ ആളുകൾ, അവന് ദുനിയാവിൽ കുടുസായ ജീവിതമുണ്ട്, എന്നും ടെൻഷനൈകാരം, പ്രയാസൈകാരം. അതാണ് ഇന്ന് നമുക്കൊക്കെ ഉള്ളത്. മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. കാരണം ഈമാൻ, ഈ വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ട വിശ്വാസം ഹൃദയത്തിലേക്ക് കയറിയിട്ടില്ല. അതുകൊണ്ട് ടെൻഷനാണ്. ഇനി അവനെ നാം ഒരുമിച്ച് കൂട്ടുന്നത് എങ്ങനെയാ? വനഹ്ശുറുഹും അലാ വുജൂഹിഹിം, അവരുടെ മുഖത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരുമിച്ച് കൂട്ടുമ്പോ അവനെ അന്ധനായിക്കൊണ്ടാണ് ഒരുമിച്ച് കൂട്ടുന്നത് എന്ന് അല്ലാഹു പറഞ്ഞു. ആ സമയത്ത് അവൻ പറയും, ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ, റബ്ബേ നീ എന്നെ എന്തിനാണ് അന്ധനായി ഒരുമിച്ച് കൂട്ടിയത്? വഖദ് കുന്തു ബസീറ, ഞാൻ ദുനിയാവിൽ കണ്ണ് കാണുന്നവനായിരുന്നല്ലോ, ജുമയ്ക്കൊക്കെ ഞാൻ പോയിരുന്നല്ലോ, ഖുർആൻ ക്ലാസ്സിന് പോയിരുന്നല്ലോ, പലപ്പോഴും ഇങ്ങനെയായിരുന്നല്ലോ, കണ്ണ് കണ്ടിരുന്നല്ലോ. അല്ലാഹു പറയും, നോക്കി, ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ, എന്റെ ആയത്തുകൾ നിന്റെ അടുക്കൽ വന്നിരുന്നു. കേൾക്കാത്തവനല്ല, ആയത്ത് കേൾക്കാത്തവരല്ല, ആയത്ത് കേട്ടിട്ട് വകദാലിക അതതുക ആയാതുനാ, എന്റെ ആയത്തുകൾ നിന്റെ അടുക്കൽ വന്നിരുന്നു എന്നാണ്. ഫനസീതഹാ ഫതറക്തഹാ, നീ അത് ഒഴിവാക്കി കളഞ്ഞു. നസിയ എന്ന് പറഞ്ഞാൽ മറന്നു എന്നർത്ഥമുണ്ട്. മറന്നാൽ നമുക്ക് കുറ്റം കിട്ടൂലല്ലോ പല കാര്യങ്ങൾക്കും. അപ്പൊ മറന്നാലല്ല, നസിയാണ്, തറക്കാതാണ് അവിടെ അർത്ഥം, ഒഴിവാക്കുക. നീ അത് ഒഴിവാക്കി. ആയത്ത് നമ്മൾ തട്ടും, വാട്സപ്പ് കണ്ടാൽ തട്ടും, എന്ത് കേട്ടാലും തട്ടും. ഈ തട്ടി ഒഴിവാക്കുന്ന അവസ്ഥയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇന്ന് നിന്നെയും ഒഴിവാക്കപ്പെടുകയാണ്, അല്ലാതെ മറക്കൂല. ഇന്ന് നിന്നെയും മറക്കപ്പെടുകയാണ്, വിസ്മരിക്കപ്പെടുകയാണ് നമ്മൾ തഫ്സീറിൽ കൊടുത്തിട്ടുണ്ടാവുക. അള്ളാഹുവിന് മറക്കുക എന്നുള്ള സംഭവമില്ല. വമാ കാന റബ്ബുക നസിയ്യ, നിന്റെ രക്ഷിതാവ് ഒരിക്കലും മറക്കുന്നവനല്ല. പിന്നെന്താ? അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ ഒഴിവാക്കും. അപ്പൊ നോക്കിങ്ങള്, മഹ്ശറിലെ കണ്ണുവൊട്ടനായിട്ട് പടച്ചോൻ ഒരുമിച്ച് കൂട്ടുന്ന മനുഷ്യന്മാര് കണ്ടാൽ അറിയില്ലേ എന്തുകൊണ്ടാ കണ്ണൊട്ടനായത്? കണ്ണൊട്ടനായത് ദുനിയാ ഖുർആൻ കേട്ടിട്ട് തിരിഞ്ഞു കളഞ്ഞതുകൊണ്ട്. കണ്ടോളീം, വേറെ ചില മനുഷ്യന്മാര് അതാ നിൽക്കുന്നു മഹ്ശറില്. നമ്മളേന്ന് വിചാരിക്കണങ്ങള് എങ്ങനെ നിൽക്കണേ? പറമ്പ് കഴുത്തിൽ തൂക്കിക്ക. ഇന്ന് ഷോപ്പിംഗ് മാളുകളുടെ വലിയ വലിയ കോംപ്ലക്സുകളാണ്, വലിയ ബിൽഡിങ്ങുകളാണ്, വലിയ വലുതാണ്. അത് കഴുത്തിൽ തൂക്കി ഇങ്ങനെ നിൽക്കുക. ഖുർആനാണ്, ആർക്കാ പേടിയില്ലേ? വിശുദ്ധ ഖുർആനിലുള്ളത്. എവിടെങ്കിലും ഹദീസിൽ കണ്ടു ദുർബലമായ ഹദീസാന്ന് പറയുന്നല്ല, തട്ടാൻ പറ്റൂല. വിശുദ്ധ ഖുർആനിലായത്ത കഴുത്തിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുക. പേടിയുണ്ടോ നമുക്ക്? ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خير لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة. ഇന്ന് കൊടുത്തിട്ട് സമ്പത്ത് കൊടുത്തിട്ട് ആ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കാതെ അതിങ്ങനെ പിശുക്ക് കാണിച്ചുകൊണ്ട് വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ.
അവർ വിചാരിക്കേണ്ട അത് അവർക്ക് ഖൈറാണ്, സൂക്ഷിച്ചു വെക്കുന്നത്, കൊടുത്താ കഴിയും എന്ന് വിചാരിച്ച് കൊടുക്കാത്തവരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യാത്തവരെ, അവരുടെ അടയാളമാണ് മഹ്ശറയിൽ കാണുമ്പോ അവരുടെ കഴുത്തിൽ തന്നെ അത് തൂക്കിയിട്ടിരിക്കുകയാണ്. അവിടെ കഴുത്തിലാണ് തിരിച്ചറിയല്ലേ. ഞാൻ പറമ്പ് പറയാൻ കാരണം ഏക്കറ കണക്കിനുണ്ടായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ സക്കാത്ത് കൊടുത്തിട്ടില്ല. പൈസ ഉണ്ട്, ശമ്പളമായിട്ടുണ്ട്, അല്ലെ പല രൂപത്തിലുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടില്ല. കഴുത്തിലുണ്ടാകുമെന്നാണ് പറഞ്ഞത്. കഴുത്തിൽ പേടിക്കണ്ടോ നമ്മളാരെങ്കിലും? ഒരുപാട് ആഭരണങ്ങളുണ്ട്, സമ്പത്ത്. ആ ആഭരണങ്ങളുടെ സക്കാത്ത് കൊടുത്തിട്ടില്ല. മുട്ടുമസാല വെച്ച് നടക്കുകയാണ് ഇപ്പോഴും. കെട്ടീന് വേണ്ട, കെട്ടാത്തീന് വേണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട്. സ്വർണ്ണാണോ കൊടുക്കേണ്ടി വരും. والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم. ഇത് മഹ്ശറയിൽ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ചൂടാക്കിയിട്ടേ അതുകൊണ്ട് തന്നെ നമ്മളെ ചൂട് വെക്കും, മുതുകത്തും പുറത്തും അതേപോലെ പാർശ്വഭാഗങ്ങളിൽ ചൂട് വെക്കും. ഹദീസിലും വന്നു ഇതിന്റെ പൂർത്തീകരണം. ഫമൻ ഊതിയ മാല ഫലം യുഅദ്ദി സകാത, ആർക്കെങ്കിലും സകാത്ത് നൽകപ്പെട്ടിട്ട് അതിന്റെ വരുമാനത്തിനനുസരിച്ചുകൊണ്ട് അതിൻ്റെതായ സകാത്ത് അവൻ കൊടുത്തിട്ടില്ലെങ്കിൽ മുസ്തില ലഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ അഖറ, ഉഗ്രവിഷമുള്ള സർപ്പമായി അള്ളാഹു അതിനെ മാറ്റിയിട്ട് അവന്റെ കഴുത്തിൽ അള്ളാഹു തൂക്കിയിടും എന്നാ പറഞ്ഞത്. എന്നിട്ട് അവന്റെ 2 കവിളുകളിലും അവനെ കുത്തും. എന്നിട്ട് അവനോട് പറയും അന മാലുക അന കൻസുക, ഞാനാണ് നിന്റെ ധനം. വിശ്വാസികളെ പരലോകത്ത് ഇങ്ങനെ നിൽക്കുന്ന രംഗങ്ങളൊന്നും ആലോചിച്ചു നോക്കണം. മഹ്ശറിൽ വിചാരണയായിട്ടില്ല. അതിന് മുമ്പ് ഇങ്ങനെ ഒരു ദിവസത്തെ കുറിച്ചുള്ള ഭയം നമുക്കുണ്ടോ? ഖുർആനിലല്ലേ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ചു, എന്താ ഭയപ്പെടേണ്ടേ? നമുക്ക് ഒരു പേടിയില്ലാതെയല്ലേ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹ്ശറിത്തെ രംഗം തന്നെ ആലോചിച്ചാൽ, പരലോകത്ത് വരാൻ പോണ കാര്യങ്ങൾ, വിചാരണയ്ക്ക് മുമ്പുള്ള രംഗങ്ങൾ. ചില മനുഷ്യന്മാരുണ്ടാവും കഴുത്തിൽ ആടും കൊട്ടി. ആട് ഹദീസിലാണെന്ന് വിചാരിച്ചോളൂ, ഖുർആനിലായത്തിലുണ്ട് ആട് എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. ആട് കഴുത്തില്, ആ ആട് കരയുന്ന കരച്ചിൽ കരയും. ചില ആളുകളുടെ കഴുത്തിൽ ഒട്ടകങ്ങള്, ചില ആളുകളുടെ കഴുത്തിൽ കുതിരകള്, ചില ആളുകളുടെ കഴുത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ ഇന്നത്തെ കാലത്ത് ബൈക്കുകള്, കാറുകള്, ഇതൊക്കെ കഴുത്തിൽ കെട്ടിത്തൂക്കും. ഹദീസിൽ വന്ന ഈ ഒരു കാര്യമല്ല, ഖുർആനായത്തിൽ അതാ പറഞ്ഞത്. ഖുർആനായത്തിൽ അതാ പറഞ്ഞിട്ടുള്ളത്. വമൻ യഗ്ലുൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ. നമുക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ? എന്തെങ്കിലും ഒരു സാധനം മറ്റുള്ളവരെ അപഹരിച്ചെടുത്താൽ, വഞ്ചിച്ചുകൊണ്ടൊരു സാധനം എടുത്താൽ, നാളെ പരലോകത്തവൻ ആ വഞ്ചിച്ചെടുത്ത സാധനവുമായി നിൽക്കും. മഹ്ശറിൽ സാധനം പിടിച്ചിട്ട് നിൽക്കുക. അത് ഹദീസിൽ പറഞ്ഞത് കഴുത്തിലാണ്ടാവുക. ഓന്റെ കഴുത്തിൽ ആ സാധനം ഉണ്ടാവും. ഏ സാധനം? ആളെ പറ്റിച്ചുകൊണ്ട് കട്ടുകൊണ്ടെടുത്ത വഞ്ചിച്ചെടുത്ത സാധനവുമായി നിൽക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മഹ്ശറിൽ നമ്മൾ നിൽക്കുമ്പോ മുഴുവൻ മനുഷ്യന്മാർക്കും അറിയും ആ നിൽക്കുന്ന മനുഷ്യൻ ആളുകളെ പറ്റിച്ചെടുത്തതാണ്. വിശ്വാസികളെ നമുക്ക് ഭയപ്പെടേണ്ടേ നമ്മൾ? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി ഇങ്ങനത്തെ ഒരു രംഗത്തെ കുറിച്ച്. വേറെ ചില മനുഷ്യന്മാർ, അവർ ഹദീസുകളിൽ വന്നത് കടുകുമണിയോളം വലിപ്പത്തിലുള്ള മനുഷ്യന്മാരായിരിക്കുന്ന മനുഷ്യന്മാരെ രൂപത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും അള്ളാഹുവിന്റെ അടുക്കലേക്ക്, വിചാരണയുടെ സ്ഥലത്തേക്ക് നടക്കുക. എന്തേന് അവരുടെ പ്രത്യേകത? അവർ ഭൂമിയിൽ അഹങ്കരിച്ച ആൾക്കാരായിരുന്നു. അഹങ്കാരികൾ ഒരു കടുകിന്റെ അത്ര വലിപ്പത്തില് മനുഷ്യന്മാരുടെ രൂപത്തിൽ ഒരു നടക്കുക. ഹദീസിൽ വന്നതാ. വേറെ ചില മനുഷ്യന്മാർ ഒരു ഭാഗത്തേക്ക് ചാഞ്ഞുകൊണ്ട് നടക്കുക. ഒരു ഭാഗത്തേക്ക് ചാഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. എന്താ അങ്ങനെ ചാഞ്ഞു നടക്കാൻ കാരണം? അയാള് 2 പെണ്ണ് കെട്ടിയ മനുഷ്യന്മാരാണ്. ആ 2 പെണ്ണ് കെട്ടിയിട്ട് ഒരു പെണ്ണിനോട് മാത്രം പ്രത്യേകമായി സ്നേഹം കാണിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യൻ, അവൻ ഒരു ഭാഗത്തേക്ക് മാത്രം ചാഞ്ഞു നടക്കുകയാണ്. ഇത് കേൾക്കുമ്പോ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടീകാരം. ഓ, എന്നാലേ ഗൗരവ കാണണ്ടേ? ഇതാ പരലോകം. പരലോകം ഇതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കി ഇങ്ങനെ ഒരു രംഗം. ഇനിയോ ഇങ്ങനെ എത്ര അടയാളങ്ങൾ. ബാങ്ക് കൊടുത്ത മനുഷ്യന്മാർ, നല്ല മനുഷ്യന്മാരുണ്ടാവുമല്ലോ, നല്ല മനുഷ്യന്മാർക്ക് ബാങ്ക് കൊടുത്ത ആൾക്കാര് കഴുത്ത് നീണ്ട മനുഷ്യന്മാരായിട്ടാണ് അവർ ഉണ്ടാകുക. ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട്, തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച മനുഷ്യന്മാർ. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം. ഒരു പ്രകാശത്തിലായിട്ടാണ് വിശ്വാസികൾ പോവുക. മാത്രമല്ല ഒട്ടകപ്പുറത്താ പോണത്. കുറച്ചാൾക്കാർ ഒട്ടകപ്പുറത്താ പോണത്, വാഹനപ്പുറത്താണ് പോണത്. ഇതെന്തേ? വനഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദാ. വഫ്ദായി കൊണ്ടാണ്, വാഹനപ്പുറത്തായി കൊണ്ടുപോവുക മഹ്ശറിൽ. അള്ളാഹു അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വിശ്വാസികൾ ഇത് കേൾക്കുമ്പോൾ നല്ല ആൾക്കാരിൽ പഠനമെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടാവുക. നിങ്ങൾ ആലോചിച്ച് നോക്കിപ്പോ ഒരുപാട് രംഗങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി എത്ര രംഗങ്ങൾ, അടയാളങ്ങൾ. അതുകൊണ്ട് ഈ അടയാളങ്ങൾ കൊണ്ട് തന്നെ യോറഫുൽ മുജ്രിമൂന ബിസീമാഹും. ഇനി മാത്രമല്ല, ഇങ്ങനെ എഴുന്നേറ്റാ പോണതെല്ലാവർക്കും ഒരേപോലെ പോകാൻ കഴിയില്ല. അള്ള വിളിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പോണത്. അവൻ നിങ്ങളെ വിളിക്കുന്ന ദിവസം, ആ വിളിക്കുന്ന ദിവസം അവനെ വിളിച്ചെടുത്തേക്ക് സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ പോകും. വിളിച്ച ആളുടെ അടുക്കലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടതാ മനുഷ്യന്മാര് പോകുമ്പോഴോ എല്ലാരും ഒരേ മാതിരിയാണോ പോവുക? അല്ല, അവരാളുകളൊക്കെ ഗ്രൂപ്പ് തിരിയാണ്. ആളുകൾ പല വിഭാഗങ്ങളായി തിരിയാണ്. ആളുകൾ പല ഫിർഖകൾ, ഗ്രൂപ്പുകളായി തിരിയാണ്. ജനങ്ങൾ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞു പോവുക. എന്താ ഗ്രൂപ്പുകളാണെന്നറിയോ? റസൂലുള്ളാഹി പറയുന്നത് ഖുർആനായത്താ ഓതിയത്. ഇങ്ങനെ ഗ്രൂപ്പായത് എന്താണെന്നറിയോ? സൂര്യൻ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ ചുട്ടുപൊള്ളുന്ന ചൂടിൽ മനുഷ്യന്മാർക്ക് പാപത്തിനനുസരിച്ച് കൊണ്ട് വിയർപ്പുകളാണ് മഹ്ശറയിൽ. ചില ആളുകൾക്ക് ഞെരിയാണി വരെ വിയർപ്പ്, ചില ആളുകൾക്ക് മുട്ട് വരെ വിയർപ്പ്, ചില ആളുകൾക്ക് അര വരെ, ചില ആളുകൾക്ക് ഹദീസിൽ വന്നതാ ചെവിന്റെ തൊട്ടി വരെ വിയർപ്പിലുണ്ടാകുമെന്നാണ്. വേറെ ചില ആൾക്കാരും മുഖം കുത്തിയല്ലേ പോണത്. അപ്പൊ അതുകൊണ്ട് ആ മുഖം കുത്തി നടക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഈ വിയർപ്പുണ്ടായാൽ അവർ വെള്ളത്തിനടിയിലേക്ക് ആരുണ്ടാവുക. അത് നമ്മളെ ബുദ്ധിയ. ഏതായിരുന്നാലും അങ്ങനെ പോകുന്നവർക്ക് അവിടെ ഈ വിയർപ്പിന്റെ ഇല്ലാത്തതായിരിക്കും എന്നും വിചാരിക്കാം. അങ്ങനെയുള്ള അവസ്ഥയിൽ പല ഗ്രൂപ്പുകളായി അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകും. എന്തിനു വേണ്ടി? വിചാരണ നടക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ പ്രയാസം കണ്ടുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു, ഓരോരുത്തരുടെ കഴുത്തിൽ സാധനങ്ങളെ വെച്ച് നടക്കുകയാണ് തെറ്റ് ചെയ്ത ആൾക്കാര്. ഈ അടയാളങ്ങളുമായി നിൽക്കുമ്പോ അവരുടെ ഡ്രസ് ഉണ്ടോ? ഡ്രസ്സില്ല. കാരണം ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ചേലാകർമ്മം ചെയ്യാത്തവരായി, ചെരുപ്പ് ധരിക്കാത്തവരായി, വസ്ത്രമില്ലാത്തവരായിട്ടാണ് ഖബറിൽ നിന്ന് പുറത്തു വരുമ്പോ ഉണ്ടാവുക. എന്നാൽ മുത്തഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രം കൊടുക്കും. ആദ്യമായി വസ്ത്രം കൊടുക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അവർ വേറെ ഗ്രൂപ്പായിട്ടാ പോവുക. ആ ഗ്രൂപ്പിനോ ഈ വെയിലില്ല, അത് നല്ല സുഖമായിട്ടുള്ളതാണ്. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അന്ന് 7 വിഭാഗം ആളുകൾക്ക് തണൽ കൊടുക്കും. ആ തണൽ കൊടുക്കുന്ന വിഭാഗത്തിന് ഈ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അത് കേൾക്കുമ്പോ ചില ആൾക്കാർക്ക് ഇതെന്താ ഇയാൾ മഹ്ശറിൽ ഭയങ്കര പ്രയാസാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഉണ്ടാകൂല പേടിക്കൊണ്ട് ആവരൂലെന്ന് ഖുർആൻ പറഞ്ഞതാ. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن. ശിർക്ക് ചെയ്യാത്ത മനുഷ്യന്മാർ അവർക്കാണ് നിർഭയത്വമുള്ളതെന്ന് അല്ലാഹു പറഞ്ഞതാ. വമൻ ജാഅ ബിൽ ഹസന, ഹസനത്ത് കൊണ്ട് വന്ന ആളുകൾ അവർക്ക് അതിന്റെ ഇരട്ടി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരലോകത്ത് എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. പല ഗ്രൂപ്പുകളിലായിട്ടാണ്. വിശ്വാസികൾ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ്. അന്ന് 7 വിഭാഗത്തിന് തണല് കൊടുക്കും എന്ന ആ 7 വിഭാഗത്തെ കുറിച്ച് ഞാൻ ഇവിടെ നീട്ടി പ്രസംഗിക്കണില്ല. പക്ഷെ അതിലൊക്കെ നമ്മൾ പെടുമോ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. അതിൽ നമ്മൾ എന്തായാലും ഇല്ലല്ലോ. ഇവിടെ ആരും രാജ്യം ഭരിക്കുന്ന ആൾക്കാരില്ല, നമ്മൾ പെട്ടില്ല. ഇങ്ങനെ ഓരോന്ന് എടുത്തു നോക്കി ഒക്കത്തിൽ നമ്മൾ കണക്കേക്കാൻ.
ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുകയും എന്നിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും ചെയ്ത മനുഷ്യൻ നമ്മളുണ്ടോ? ഉണ്ടാവൂല. അള്ളാഹിനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ നമ്മളാരെങ്കിലും? സീരിയലും സിനിമയും കണ്ട് കരഞ്ഞ ആൾക്കാരേക്കാരം. അല്ലെങ്കിൽ വേറെ ഭാര്യ ഭർത്താവിനോട് എന്തെങ്കിലും പറഞ്ഞപ്പോഴോ ഭർത്താവ് ഭാര്യനോട് എന്തെങ്കിലും പറഞ്ഞപ്പോഴോ സങ്കടം ഉണ്ടായിട്ട് കരഞ്ഞ ആൾക്കാരേക്കാരം. ഇതല്ലേ നമ്മളെ കരച്ചിൽ? അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ആൾക്കാരായിരിക്കണം. ഒരുപാട് അയാളുടെ ഹൃദയം എപ്പോഴും പള്ളിയുമായിട്ടാണ് ബന്ധമുള്ളത്. അതിൽ നമ്മളുണ്ടോ? അതിലേതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ എപ്പോഴെങ്കിലും പള്ളിയേറ്റ് ബന്ധമുള്ളവരേക്കാൾ. നിസ്കരിച്ചാൻ പോണ കാര്യം മാത്രമല്ല, പള്ളിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പള്ളിയുമായി ബന്ധമുള്ളതാണ്. അതിലും നമ്മൾ പെടുന്നില്ല. രണ്ടാളുകൾ, ആ രണ്ടാളും സ്വർഗത്തിലാണ്. എന്താ ഇവിടെ പ്രത്യേകത? രണ്ടാളും അള്ളാഹുവിന്റെ പേരിൽ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന്റെ പേരിൽ തന്നെ മരിച്ചു പിരിയുകയും ആ ഇഷ്ടത്തോടു മരിച്ചു പിരിയുകയും ചെയ്തിട്ടുള്ള രണ്ടാളുകൾ. ആ രണ്ടാൾക്കും തണൽ കിട്ടും. അതിലും നമ്മൾ പെടുന്നുണ്ടോ? ഇല്ല. നമ്മളെ വേറെ കോലത്തിലാണ്. ഇങ്ങനെ ഓരോന്നും എടുത്തു നോക്കി നിങ്ങൾ. ഭംഗിയും കുലീനതയുമുള്ള ഒരു പെണ്ണ് വ്യഭിചരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ അതിൽ നിന്ന് പടച്ചോനെ പേടിക്കണേ എന്ന് പറഞ്ഞിട്ട് വിട്ടുനിന്ന ആള്. അതും നമ്മളെ നാട്ടിലുള്ള അവസരം കിട്ടിയ ഏത് തിന്മയും ചെയ്യുന്ന മനുഷ്യന്മാരായിട്ടാ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ മനുഷ്യന്റെ പ്രത്യേകത എന്താ? വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്കിടയിൽ കീർത്തി ഉള്ള ആളാവണമെന്ന് വിചാരമില്ലാതെ കൊടുക്കുന്ന മനുഷ്യൻ. ഇങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിലൊന്നും നമ്മൾ പെടുന്നില്ലെങ്കിൽ ഈ 7 വിഭാഗത്തിന്റെ തണൽ നമുക്ക് കിട്ടുമോ? വിശ്വാസികളൊന്നും മാറണ്ടേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരലോകത്തെ കുറിച്ചുള്ള പേടി, ഞാൻ എങ്ങനെ അവിടെ രക്ഷപ്പെടുമെന്നുള്ളത്. നോക്കൂ നിങ്ങൾ, നമുക്ക് നിൽക്കാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ എത്ര കാലമാണോ സമയമല്ല, ആ സമയത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ആ ഭൂമിയിൽ. ആ ഭൂമിന്റെ പ്രത്യേകത എല്ലാവരും കാണുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ആ കൂടുതൽ ആൾക്കാരെ കാണുമ്പോ ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ടിക്കറ്റ് എടുക്കണ്ടായിട്ട് മുഴുവൻ ആൾക്കാരും കാണുകയാണെങ്കിൽ നമുക്ക് ബേജാറാ. അത്തിരി ആൾക്കാർ കഴിഞ്ഞിട്ടേ എനിക്ക് കിട്ടുള്ളൂ, പേടിയക്കാരൻ. അതേപോലെ തന്നെ വേറെ എങ്ങനെ പലതും ഉണ്ടാവും അല്ലേ? നേരെ ചാളക്കാണില്ലെങ്കിൽ കുറച്ച് പേടി കുറയും. പരലോകത്തെ എല്ലാ മനുഷ്യന്മാരും കാണാണ്, കണ്ണുകൊണ്ട് എല്ലാരും കാണാൻ. കാരണം ഭൂമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ഭൂമിയാക്കി മാറ്റി, കുണ്ടും കുഴിയുമില്ലാത്ത ഭൂമിയാക്കി മാറ്റിയിട്ട് എല്ലാവരും മഹ്ശറിൽ ഇങ്ങനെ നിൽക്കുന്ന രംഗങ്ങൾ ആലോചിച്ചു. അടയാളങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എല്ലാവരും. സൂര്യൻ ഇത്രയും അടുത്തായിട്ട് ബേജാറില്ല മനുഷ്യന്മാര്. ഞാൻ സ്വർഗത്തിക്കാവോ നരകത്തിക്കാവോ എന്നാണ് ആളുകളുടെ വിചാരമുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും മരിക്കണ നേരത്തെ അറിയാലോ സ്വർഗത്തിക്കാ നരകത്തിക്കാ. അങ്ങനെയുണ്ട്. മരിക്കണ നേരത്തെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ എന്നാലും വിചാരണ കൊണ്ട് തന്നെ രക്ഷപ്പെടാൻ പഴുതുകളുണ്ടോ എന്നായിരിക്കും നമ്മളെ മനസ്സിലുണ്ടാകുക. അതുകൊണ്ട് മനുഷ്യന്മാർ മുഴുവൻ അല്ലാഹുവിന്റെ ആ വിചാരണ ഒന്നുണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ നബിമാരുടെ അടുക്കലേക്കും പോകുന്ന രംഗം ഹദീസുകളിൽ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ചെല്ലാൻ ആദം നബിയുടെ അടുക്കലേക്ക് ചെല്ലും. ആദം നബിയോട് പറയും, അല്ലയോ മനുഷ്യപിതാവായ ആദം നബിയെ, അലാ തറാ അലാ മാ നഹ്നു ഫീഹി, ഞങ്ങൾ ഇന്നുള്ള ഈ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഓൽക്കാ പ്രയാസമല്ല, നിങ്ങൾ ഇത് കാണുന്നില്ലേ എന്നാ ചോദ്യം. നിങ്ങൾ അല്ലാഹുവിനോടൊന്ന് ശുപാർശ ചെയ്യുമോ എന്നാ ചോദിക്കുന്നത്. എന്തിന്? വിചാരണ. എങ്ങനെങ്കിലും ഒന്ന് വിചാരണയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വരാൻ വേണ്ടി കൊതിക്കുന്ന ഒരു രംഗം. അത്രയും പ്രയാസകരമാണ് മഹ്ശറിലെ രംഗം. വഅൻദിറുഹും യൗമൽ ആസിഫ ഇദിൽ ഖുലൂബു ലദൽ ഹനാജിരി കാദിമീൻ. ഹൃദയങ്ങളെ തൊണ്ടക്കുഴിയിലേക്ക് കയറി വരും. അത്രയും പ്രയാസകരമാണ് എന്നാണ് പരലോകത്ത് മഹ്ശറിൽ നിൽക്കുന്ന രംഗം. നമ്മളിത് കേട്ട് പഠിച്ചിട്ടില്ല, ഭയപ്പെടുന്നില്ല. വിശ്വാസികളെ ഭയപ്പെടണ്ടേ? മഹ്ശറിയില്ല നൃത്തം തന്നെ നിങ്ങൾ ആലോചിച്ച് വിചാരണ പടച്ചോന്റെ മുമ്പിലുണ്ട്. അള്ളാന്റെ മുമ്പിൽ എനിക്ക് നിൽക്കണല്ലോ എന്നുള്ളൊരു പേടി, ആ ഭയമാ നമുക്കുണ്ടാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് വരണം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അടുത്ത നബി, ഞാൻ അതൊക്കെ പറഞ്ഞ കുറേ നീണ്ടു പോകുന്നുള്ളതുകൊണ്ട് എല്ലാം നീട്ടി പറയണില്ല. അടുത്ത നബിന്റെ അടുത്ത് പോകാൻ പറയും. അങ്ങനെ അടുത്ത ഓരോ നബിന്റെ അടുത്ത് ചെന്നിട്ട് ഞങ്ങളെ ദുരിതങ്ങൾ കാണില്ലേ എന്ന് പറയും. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെല്ലും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെ സുജൂദിൽ കിടക്കുമെന്നാണ്. എത്ര കാലമാണോ സുജൂദിൽ കിടക്കുക അത്രയും കാലം സുജൂദിൽ കിടക്കുമെന്നാണ്. അതിനുശേഷം അള്ളാഹു പറയും യാ മുഹമ്മദ് തല ഉയർത്തുക. അതിന്റെ മുമ്പ് സുജൂദിൽ കിടക്കുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടും സുജൂദിൽ കിടക്കുക എന്നൊക്കെ ഹദീസിലുണ്ട്. എന്നിട്ടാണ് പറയാ തല ഉയർത്തുക, സൽ ചോദിച്ചോ, തുഴ്ത്ത നിനക്ക് നൽകും, നീ ശുപാർശ നടത്തിക്കോ, നിന്റെ ശുപാർശ സ്വീകരിക്കപ്പെടും. അങ്ങനെ അള്ളാഹുവിനോട് പറയും ജനങ്ങളെ ഒന്ന് വിചാരണ ചെയ്യണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ രംഗം ഖുർആൻ പറയുന്നുണ്ട് യൗമ തശഖഖുസ് സമാഉ ബിൽ ഗമാം വനുസ്സിലൽ മലായികതു തൻസീലാ. ആകാശങ്ങൾ പൊട്ടിക്കീറുകയാണ്. എന്നിട്ട് ഓരോ ആകാശങ്ങളിൽ നിന്നും മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുമെന്നാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും ആകാശം അന്ന് തകർന്നിട്ടില്ലേ? തകർന്ന എല്ലാം വീണ്ടും പുതുതായി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള് വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഭൂമി മറ്റൊരു ഭൂമിയാക്കി മാറ്റുന്നത് പോലെ ആകാശം മറ്റൊരാകാശമായി മാറ്റും. ആ ആകാശങ്ങൾ പൊട്ടിക്കീറി മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് മനുഷ്യന്മാരുടെ ചുറ്റുമായി കൊണ്ട് മനുഷ്യന്റെ ചുറ്റും സഫ് സഫായി നിൽക്കും. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. നിന്റെ രക്ഷിതാവ് വരുന്ന സന്ദർഭത്തിൽ മലക്കുകളതാ അണിയണിയായി കൊണ്ടാണ് നിൽക്കുക. ആ അണിയണിയായി നിൽക്കുമ്പോൾ യഖൂലുൽ ഇൻസാൻ യൗമഇദിൻ ഐനൽ മഫർ. ഇനി എങ്ങോട്ടേക്കാണ് നമുക്ക് ഓടി രക്ഷപ്പെടാനുള്ളത് എന്ന് മനുഷ്യന്മാരിങ്ങനെ പറയും. അപ്പൊ അള്ളാഹു പറയുന്നുണ്ട് യാ മഅശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. എവിടേക്ക് വേണമെങ്കിലും പോയിക്കോളി, പക്ഷെ എവിടേക്കൊന്നും ചലിക്കാൻ കഴിയില്ല. ലാ തസൂലാ ഖദമാ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ. 4 കാര്യങ്ങൾ ചോദിക്കപ്പെടാതെ ഒരാളുടെ കാലുകൾ നീങ്ങൂലാന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മലക്കുകൾ എങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആര് വരുന്നത്? അള്ളാഹു വരുന്നത്. അള്ളാഹു വരുന്നതിന്റെ മുമ്പ് വേറെ സാധനത്തിനും കൂടി അങ്ങോട്ട് കൊണ്ടുവരും. ആ സാധനത്തിന്റെ പേരെന്താ? വജീഅ യൗമഇദിൻ ബിജഹന്നം. അന്നത്തെ ദിവസം നരകത്തെ കൊണ്ടുവരുമെന്ന്. നരകത്തെ കൊണ്ടുവന്നതിന് ശേഷമാണ് പടച്ചറബ് വിചാരണ ചെയ്യുക. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖദിയാ. നിങ്ങളെ കൂട്ടത്തിൽ ഒരാളും തന്നെ ഇല്ല നരകത്തിന്റെ മുമ്പിൽ നിൽക്കാതെ. നരകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ നരകത്തിന് അറിയാം ആരാ നരകത്തിലേക്ക് പോണ ആള് എന്നുള്ളത്. അടയാളങ്ങളെ കൊണ്ട് തിരിച്ചറിയും. വഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ് സമിഊ ലഹാ തഗയ്യുദൻ വസഫീറാ. വളരെ ദൂരത്ത് നിന്ന് നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ദൂരെ നിന്ന് നരകാവകാശികളായ ആളുകളെ നരകം കാണുമ്പോൾ ആ നരകത്തിനുള്ളതായി അവർക്ക് കേൾക്കാൻ സാധിക്കും. അട്ടഹാസവും അലർച്ചയും രോധനവും ഉള്ളതായി അവർക്ക് കേൾക്കാൻ സാധിക്കുമെന്നാണ്. നോക്കൂ, നിങ്ങൾ അങ്ങനെ പേടിപ്പിച്ചിട്ടാണ് നരകം തന്നെ വരിക. ഈ നരകത്തിന്റെ മുമ്പിൽ നിർന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നിട്ട് നമ്മളോട് സംസാരിക്കാൻ മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വ ബൈനഹു തർജുമാൻ. നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല അവനോട് അല്ലാഹു സംസാരിക്കാതെ. ലൈസ ബൈനഹു വ ബൈനഹു തർജുമാൻ. ഒരു വിവർത്തകനും പടച്ചവന്റെയും നമ്മുടെയും ഇടയിൽ ഉണ്ടാവില്ല. ഫയൻദുറുൽ ഐമന മിൻഹു. അവൻ അവന്റെ വലഭാഗത്തേക്ക് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ. അവൻ ചെയ്ത കാര്യങ്ങളല്ലാതെ വലതു ഭാഗത്ത് കാണൂല. ഫയൻദുറുൽ അശ്അമ മിൻഹു. അവൻ അവന്റെ ഇടഭാഗത്തേക്ക് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ. അവൻ ചെയ്തതല്ലാതെ അവന്റെ ഇടഭാഗത്ത് അവൻ കാണില്ല. ഫയൻദുറു ബൈന യദൈ. അവന്റെ മുമ്പിലേക്ക് നോക്കും. ഫലാ യറാ ഇല്ലൻ നാര തിൽഖാ വജ്ഹിഹി. അവന്റെ മുമ്പിൽ നരകത്തെ അല്ലാതെ കാണൂല. ഈ നരകത്തിന്റെ മുമ്പിൽ നിന്നിട്ടാണ് പടച്ചോ നമ്മളോട് ചോദിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് പേടിക്കുന്ന രംഗങ്ങൾ. അള്ളാഹുവിനോട് സംസാരിക്കുകയാണ്. എന്തൊക്കെയാ സംസാരിക്കണത്? 4 കാര്യങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞു. അൻ ഉംരിഹി. അവന്റെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കുമെന്നാണ്. നമുക്ക് തന്ന വയസ്സുണ്ട്, എത്ര കൊല്ലായി നമ്മൾ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചോ ഇല്ലേ? മറുപടി പറയേണ്ടി വരും നമുക്ക്. അതുകൊണ്ടാണ് മഹ്ശറയിൽ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ അടുക്കൽ ആ മുമ്പിൽ
നരകത്തിന്റെ മുമ്പിലായി നിൽക്കുകയാണ്. പടച്ചോ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചോദിക്കുന്ന രംഗങ്ങൾ നോക്കൂ, നിങ്ങൾ ആലോചിച്ചു, എല്ലാം ചോദിക്കാൻ. അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോ മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയാ. അല്ലാഹ് അങ്ങോട്ട് മറുപടി അറിയാം അല്ലേ? കാരണം ഒരാളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയൗമഇദിൻ ലാ യുസ്അലു അൻ ദംബിഹി ഇൻസു വലാ ജാൻ, അങ്ങനെ ആയത്തുണ്ട്. ഫയൗമഇദിൻ ലാ യുസ്അലു അൻ ദംബിഹി, ഒരാളുടെ കുറ്റത്തെ കുറിച്ച് അന്ന് ചോദിക്കുകയില്ല. ഒരാളുടെ കുറ്റത്തെ കുറിച്ചും ചോദിക്കുകയില്ല, ചോദിക്കപ്പെടുകയില്ല. എന്തിനെ കുറിച്ച്? അപ്പൊ ചോദിക്കൂല എന്നുള്ള എന്തിനെ കുറിച്ച്? അവന്റെ പാപത്തെ കുറിച്ച് ചോദിക്കൂല. പിന്നെ പാപം എന്താണ് പബ്ലിക്കായിട്ട് കാണുകയാണ് ഇവിടെ, പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനെ കുറിച്ചാ ചോദിക്കുക? അതാണ് പറഞ്ഞത്. 4 കാര്യങ്ങളെ കുറിച്ച് നമ്മളോട് ചോദിക്കും. അൻ ഉമരിഹി, നമുക്ക് കിട്ടിയ ഈ ആയുസ്. ആർക്കാ പേടിയുള്ളത്? അതുകൊണ്ടാണ് നമ്മൾ ആൾക്കാർ പയച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികളെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ജീവിതമല്ലേ നമ്മളെ കുട്ടിയാൾക്ക് ഇട്ട് കൊടുത്തിക്കണേന്. അതാ നല്ലോണം അമ്മാര് ശ്രദ്ധിച്ചോളി. കുട്ടിയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം അതാണ്. മക്കൾക്ക് ആണായാലും പെണ്ണായാലും എന്റെ ജീവിതം എന്റേതാണ്, എനിക്കിന്റെ സ്വാതന്ത്ര്യം, ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചേക്കണം. എത്രത്തോളം വെച്ചാൽ ഇപ്പൊ അടുത്ത ദിവസത്തിൽ എല്ലാ സ്കൂളുകളിലും, അധിക സ്കൂളുകളിലും NSSന്റെ ക്യാമ്പ് നടന്നിട്ടുണ്ട്. ആ ക്യാമ്പിൽ പഠിപ്പിച്ചു കൊടുത്തത് വ്യക്തതാണ്. ക്യാമ്പിൽ പഠിപ്പിച്ചു കൊടുത്തത് എന്താണോ? ആണും പെണ്ണുമാണ് കല്യാണം കഴിക്കുക, അങ്ങനെയൊന്നും അല്ല. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ആ പെണ്ണ് പെണ്ണിനെയും ആണിനെയും കഴിക്കാം. ക്ലാസ്സിൽ കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അതേപോലെ തന്നെ നിങ്ങൾ പെണ്ണാകണതും ആണാകണതും ജനിച്ചു എന്നുള്ളതും നിങ്ങൾ പെണ്ണാവൂല, നിങ്ങളാണ് സ്വയം തീരുമാനിക്കുന്നത്. ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളുകളിൽ, ക്യാമ്പുകളിൽ പഠിപ്പിച്ചതാണ്. ഇത് സത്യമാണ്, പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച്, നമ്മളെ മക്കൾ ഇതൊക്കെ വളർന്നു വരുമ്പോ പലയിടത്തുനിന്നും ഇതുപോലുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് പഴച്ചു പോകാതിരിക്കാൻ അവർക്ക് പടച്ചവനെ കുറിച്ചുള്ള പേടി വേണം, പരലോകത്തെ കുറിച്ചുള്ള ഭയം വേണം. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ നിന്നാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന്, ഒന്നുമല്ലാത്ത അവസ്ഥ. ഈ ആരോഗ്യവും എല്ലാം എനിക്ക് നൽകി, സർവ്വസുഖങ്ങളും നൽകി എന്നെ പടച്ച റബ്ബ് പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാവ്, ആ രക്ഷിതാവിന്റെ മുമ്പിലേക്ക് ഞാൻ ചെല്ലുമ്പോ എന്തായിരിക്കും എന്റെ അവസ്ഥ? എന്നോട് എന്റെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. എന്തിലാണ് ഈ ആയുസ് വിനിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിലും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരായത്തിൽ പറഞ്ഞു, വഹും യസ്തരിഊന ഫിഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ ഫദൂഖൂ ഫമാ ലിദ്ദാലിമീന മിൻ നസീർ. നരകത്തിൽ കടന്നുകൊണ്ട് മനുഷ്യന്മാർ അട്ടഹസിച്ചുകൊണ്ട് കരയാണ്. എന്നിട്ട് പറയും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ, ഞങ്ങൾ ഒന്ന് പുറത്താക്കിക്കൊണ്ട് നാഥ, നഅമൽ സ്വാലിഹാ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം, ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇത്രയും കാലം ഞങ്ങൾ ചെയ്യാത്ത കർമ്മങ്ങളൊക്കെ ചെയ്തു കൊള്ളാം. അല്ലാഹുവിന്റെ ചോദ്യം എന്താണെന്ന് അറിയുന്നത്? ആ ചോദ്യമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. എന്താണത്? അവലം നുഅമ്മിറുകും, ഞാൻ നിങ്ങൾക്ക് ആയുസ് നൽകിയിട്ടുണ്ടായിരുന്നില്ലേ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കേണ്ട ആളുകൾക്ക് ആലോചിക്കാനുള്ള ആയുസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ലേ എന്നാണ് അല്ലാഹു മഹ്ശറിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത്. അപ്പോഴേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, എത്രങ്ങാനും ആയിരങ്ങൾ ദിവസങ്ങളാണ് നമ്മളവിടെ ജീവിച്ചത്. ആയിരക്കണക്കിന് ദിവസം, 365 കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കി നമ്മളെ വയസ്സിനെ. എന്നിട്ട് ഇതൊന്നും പോരെ നിങ്ങൾക്ക് സൽക്കർമ്മം പ്രവർത്തിക്കാൻ എന്ന് പടച്ച റബ്ബ് ചോദിക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ആലോചിച്ചു. വഅൻ ശബാബിഹി, അവന്റെ യുവത്വത്തെ കുറിച്ച് ചോദിക്കും. കാരണം യുവാവിനാണ് പരലോകത്ത് ഒന്ന് തണൽ കൊടുത്തത്. കാരണം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വളർന്ന യുവാവ്. ഇബ്ലീസ് ഇന്ന് നമ്മളെ തകർത്തിക്കളഞ്ഞു. യുവാക്കളായ ആണായാലും പെണ്ണായാലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നു. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, കല്യാണ ദിവസത്തിൽ കാട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ യുവാക്കളും യുവതികളും പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഏത് നിമിഷവും ഞാൻ പോകാനും റബ്ബിന്റെ മുമ്പിൽ തിന്മകൾ ചെയ്ത, പാപം ചെയ്ത അടയാളങ്ങളുമായി ഞാൻ നിൽക്കേണ്ടി വരുമെന്ന
ഭയമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു യുവാവോ യുവതിയോ ആ തെറ്റിന് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് തുനിയുമോ? ഇന്ന് നമ്മൾ വെറുതെ നുണ പറയല്ലേ? ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പച്ചക്കളവ്. ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരവും വനുസുകി എന്റെ കർമ്മങ്ങളും വമഹിയായ എന്റെ ലൈഫ് എൻജോയ് ചെയ്ത് നടക്കുകയാണ്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണോ? പച്ചക്കളവ് വജ്ജത്ത് വജിയ എന്ന് പറഞ്ഞ് നിസ്കാരത്തിൽ പറഞ്ഞിട്ട് ഞങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എന്തോട്ടെ ഖുർആൻ ആയത്താണ്, ഒരു മുസ്ലിം പ്രഖ്യാപിക്കേണ്ട ആയത്ത്. എന്റെ ജീവിതം പടച്ച റബ്ബിനാണ്. എന്നിട്ട് ആരാ ജീവിക്കണം? അള്ളാഹ്ക്ക് വേണ്ടി. വിശ്വാസികളെ, അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതം അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിലാവേണ്ടതുണ്ട്. അതാ വമഹിയായ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് യുവാക്കളെ, യുവതികളെ, പടച്ച റബ്ബിന്റെ മുമ്പിൽ ചോദിക്കും, യുവത്വം എന്തിനാണ് വിനിയോഗിച്ചത് എന്ന്. വെറും മൊബൈലിൽ തോണ്ടിയിട്ടും ആളുകളുമായി ചാറ്റ് ചെയ്തുകൊണ്ട് സമയം കഴിച്ചിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടുകയില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഈ മൊബൈലുമായിട്ട് അതിൽ ചാറ്റ് ചെയ്യുന്ന രംഗങ്ങളുമായി മനുഷ്യരയിൽ നിൽക്കേണ്ടി വരും. തിരിച്ചറിയും എല്ലാവരും. ആരെ കൂടെ ഇറങ്ങിപ്പോയാലും അതൊക്കെ കാണും. നോക്കൂ നിങ്ങൾ, പഠിച്ചവന്റെ അടുത്തേക്ക് എത്രയേ ഉള്ളൂ. നമ്മള് വിചാരണയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻപിൽ നിൽക്കുമ്പോഴുള്ള ചോദ്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഓരോ ചോദ്യങ്ങളും ചോദിക്കും. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബ, എവിടുന്നാണ് ധനം സമ്പാദിച്ചത്? വഫീമാ അൻഫഖ, ഏതൊക്കെ മാർഗത്തിലാണ് അവൻ ചെലവഴിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും. നാലാമത്തെ കാര്യം പറഞ്ഞെന്താ? വഅൻ ഇൽമിഹി ഫീമാ ഫഅല ബിഹി, അവന് കിട്ടിയ അറിവ് അതുകൊണ്ട് എന്താണ് ചെയ്തത്. നോക്കി നിങ്ങൾ, പഠിച്ചവന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഈ ചോദ്യങ്ങൾ ഉണ്ട് എന്നാണ്. ഇനി ചോദ്യത്തിന്റെ മറുപടി നമ്മൾ ഇപ്പോഴും തന്നെ നുണ പറയുന്ന ആൾക്കാരെ. പരലോകത്ത് നുണ പറയുന്നതാണ് പഠിച്ചവനോട്. അല്ല പറഞ്ഞതാ, ഞാൻ പറഞ്ഞൊന്നല്ല. അള്ളാന്റെ മുമ്പിൽ നമ്മൾ തർക്കിക്കും. ഞാനല്ല ചെയ്യുന്നത്, കട്ടതേക്കാരം തെറ്റ് നമ്മളെക്കാരം ചെയ്തിക്ക. എന്നാലും നമ്മൾ പറഞ്ഞു നോക്കും, ഞാനല്ല ചെയ്തത്. അപ്പൊ വീഡിയോ ക്ലിപ്പ് കാണിച്ചു കൊടുക്കുമ്പോഴോ അത് കമ്പ്യൂട്ടർ എന്നിട്ട് ചെയ്തതാണ്, അതൊക്കെ നമ്മളും പറയും. ഇവിടുന്ന് പറയണ്ടേ, പരലോകത്തും നമ്മളൊക്കെ പറയും. ഖുർആൻ പറഞ്ഞു, തുമ്മ ഇന്നകും ഇൻദ റബ്ബികും ലതഖ്തസിമൂൻ, പടച്ച റബ്ബിന്റെ അടുക്കൽ നിങ്ങൾ തർക്കിക്കും എന്നാണ്. അള്ളാന്റെ മുമ്പിലും മനുഷ്യന്മാർ തർക്കിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിങ്ങൾ നമ്മളോട് വിചാരണ ചെയ്യുമ്പോ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒക്കെ അള്ളാഹു ഇങ്ങോട്ടാ പറഞ്ഞിരുന്നു. ഖദ് യഅലമു മാ അൻതും അലൈഹി വയൗമ യുർജഊന ഇലൈഹി ഫയുനബ്ബിഉഹും ബിമാ അമിലു. അവരിപ്പോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. അവന്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തിൽ അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞു തരും. യൗമ യബഅസുഹും അല്ലാഹു ജമീഅ ഫയുനബ്ബിഉഹും ബിമാ അമിലു അഹ്സാഹു അല്ലാഹു വനസൂഹു. യൗമ യബഅസുഹും അല്ലാഹു ജമീഅ, അവരെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുനർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം. ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. നമ്മൾ ചെയ്തതേ പഠിച്ചോ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ പെണ്ണുങ്ങൾക്കൊക്കെ സമാധാന. എന്തേന്നറിയങ്ങള്? പരലോകമാണെന്നാണ്, അനിവാര്യമാണ് പരലോക ചിന്ത. അതുണ്ടെങ്കിലേ നിങ്ങൾക്ക് കർമ്മം പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. എന്തേ? കാരണം ഏറ്റവും കൂടുതൽ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ എത്രയാ? ഒരു പെണ്ണാണെങ്കിൽ ഒരു ഉമ്മയായി മാറുമ്പോ ഗർഭിണിയായ അന്ന് മുതൽ എത്ര ത്യാഗമാണ് ഒരു സ്ത്രീ സഹിക്കുന്നത്. ആ വീട്ടിൽ എത്ര പ്രയാസം സഹിക്കേണ്ടത്. ആ വീട്ടുകാരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഒരു പെണ്ണാണ്. എല്ലാവരും തിന്നത്, കുറെ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും അവർ തിന്ന പാത്രങ്ങൾ മുഴുവൻ എല്ലാം എവിടുന്ന ഓർക്കൊക്കെ കൂലിയിട്ടേ. ഭർത്താവിന്റെ അടുത്ത് കൂലിട്ടു. ചിലപ്പോ നല്ല വാക്കും കൂടി കിട്ടിയിട്ടുണ്ടാവില്ല. എപ്പോഴും കുറ്റം പറിച്ചിലേ കാരണം ഉണ്ടാവുക. കിട്ടണ്ടേ? അപ്പോഴാണ് വല്ലദീന സബറു ബിആ വജ്ഹി റബ്ബിഹിം. സ്വർഗത്ത് പോണവരെ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിച്ച ആളുകളാണ് എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, കൂലി വേണ്ടേ? അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ പ്രതിഫലം കിട്ടുന്ന ആളുകളായി മാറണമെങ്കിൽ ദുനിയാവുന്ന പരലോകത്തെ കുറിച്ചുള്ള ഒരു പേടി ഉണ്ടാവണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഏത് വിഷയം വരുമ്പോ ക്ഷമിക്കും.
അപ്പൊ നമുക്കത് കൂലിയായി മാറും. അള്ള പറഞ്ഞുതരും എത്ര കഷ്ടപ്പെട്ട് നിങ്ങളൊക്കെ വീട്ടില് ദാ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതാ കൂലി എന്ന് പറയുമ്പോ എത്ര സമാധാനം ഉണ്ടാവും. തെറ്റിനെ കുറിച്ചും അങ്ങനെ പറയും കേട്ടോ. നമ്മൾ ചെയ്ത ഓരോ തെറ്റുകളെ കുറിച്ചും പടച്ചോൻ ഇങ്ങോട്ട് പറഞ്ഞു തരും. അതാ പറഞ്ഞത് അവർ പ്രവർത്തിച്ച കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അല്ലാഹു പറഞ്ഞു കൊടുക്കും. അല്ലാഹു എല്ലാം ക്ലിപ്തമാക്കിയിരുന്നു. അള്ള എല്ലാം ക്ലിപ്തമാക്കിയിരുന്നു. വനസൂഹു അവരതൊക്കെ മറന്നു കളഞ്ഞിരുന്നു. നമുക്കൊക്കെ മറന്നുപോയില്ലേ? ഒക്കെ കഴിഞ്ഞ ആഴ്ച എന്ത് തെറ്റാ ചെയ്തത് നമുക്ക് ഓർമ്മ ഉണ്ടോ? പക്ഷെ അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്ത മുഴുവൻ തെറ്റുകളും പടച്ച റബ്ബ് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ നിഷേധിക്കുമ്പോ എന്താ ഉണ്ടാവുക? നിഷേധിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുന്ന് ഒരു സാധനം പുറത്തെടുക്കും. ഇവിടുന്ന് പേടിണ്ട് നമുക്ക്. ഇപ്പൊ ആർക്കെങ്കിലും പേടിണ്ടോ? ഇവിടുന്ന് ഒരു സാധനം പുറത്തെടുക്കുന്നതാണ്. ഖുർആനിലുള്ളതാ. വിശ്വാസികളായ മുഅ്മിനീങ്ങളായ നമുക്ക് അതിനെ കുറിച്ച് യാതൊരു പേടിയില്ല. പേടിക്കണ്ടേ? വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. എന്താണ് ഇതൊക്കെ? വാക്കുകൾ ആലോചിക്കുക. ഓരോ മനുഷ്യനും ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അവന്റെ മുതുകിൽ നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒക്കെ പെടണ്ട്. ഖിയാമത്ത് നാളിൽ നിവർത്തി വെക്കാൻ പറ്റിയൊരു പുസ്തകമായി അതിനെ നമ്മൾ പുറത്തെടുക്കും. എന്നിട്ട് പറയും ഇഖ്റ കിതാബക, വായിക്കടാ, കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, നിനക്കെതിരിൽ വിചാരണ നടത്താൻ നിന്റെ ഈ പുസ്തകം തന്നെ മതിയടാ. വിശ്വാസികളെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞ എന്തേക്കാര അവസ്ഥ? നമ്മൾ ചെയ്ത മുഴുവൻ കാര്യം ഓരോന്ന് നമ്മൾ കാണുക. ഗൗരവല്ല അല്ലേ? وترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. ഈ പുസ്തകം കണ്ടു നോക്കുമ്പോ ഫതറൽ മുജ്രിമീൻ, പാപം ചെയ്തവർക്കാണ് ഭയം ഉണ്ടാവുക. അതുകൊണ്ടാണ് അല്ലാഹു പാപികളെ കുറിച്ച് പറഞ്ഞത്. ഫതറൽ മുജ്രിമീൻ, പാപികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. മുശ്ഫിഖീൻ, ഭയപ്പെടുന്നവരായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിലുള്ളത് കണ്ടുകൊണ്ട്. എന്നിട്ട് അവർ പറയും മാലിഹാദൽ കിതാബ്, ഈ രേഖയ്ക്ക് എന്താണ്? ലാ യുഗാദിറു സഗീറ, ഒരു ചെറുത് പോലും വിട്ടുപോയിട്ടില്ലല്ലോ. കാരണം വലുതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാകും, ചെറുതാർക്കാ ഓർമ്മ ഉണ്ടാകുക. രണ്ടാളുകൾ കൂടിയിരിക്കുന്ന സമയത്ത് ഒരാളെ പറ്റി കുറ്റം പറഞ്ഞതാണ്, അതിതിലുണ്ട്. അതിന്റെ പിക്ചറാണ് ഇതിലുള്ളത്. ആരെ കൂടെ ഇരുന്നതാന്നുണ്ട്. കള്ള് കുടിച്ചിറങ്ങമാണ്. പണ്ട് ടൂറിന് പോയപ്പോ യുവാക്കളെല്ലാവരും പോയ സമയത്ത് അവിടെ ഇരുന്നു കൊണ്ട് ടൂർ പോയ രംഗമാണ്. സ്കൂളിന്റെ കോമ്പൗണ്ടിൽ ആരും കാണാതെ ആ മരത്തിന്റെ അപ്പുറത്തിരുന്നു കൊണ്ട് കാമുകയുമായി സംസാരിച്ച രംഗമാണ് അള്ളാഹു കാണുന്നത്, കാണിച്ചു കൊടുക്കുന്നത്. എല്ലാ രംഗങ്ങളും ഇതിലിങ്ങനെ നോക്കിക്കാണും. നിങ്ങൾ ആലോചിച്ച് നോക്കി, രാത്രികളിൽ അന്യ പുരുഷന്മാരുമായി സ്ത്രീകളുമായി കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ആ രംഗം അതിങ്ങനെ പടച്ചറമ്പ് കാണിച്ചു കൊടുക്കുകയാണ്. ഫതറൽ മുജ്രിമീൻ മുശ്ഫിഖീൻ മിമ്മാ ഫീഹി വയഖൂലൂൻ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറ, ചെറുതും വിട്ടുപോയിട്ടില്ലല്ലോ, വലാ കബീറ, വലുതും വിട്ടുപോയിട്ടില്ലല്ലോ. വലുത് കാരണം വലിയ വലിയ തെറ്റ് നമ്മളെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവും, അതും നമ്മളെ മനസ്സിലുണ്ടാവും. ഒന്നും വിട്ടുപോകുന്നില്ലല്ലോ എന്നാണ്. ചെറുതായതും വലുതായതും ഒന്നും വിട്ടുപോയില്ല. വലിയ കാര്യങ്ങളും പടച്ചോൻ കാണിച്ചു തരും. വിശ്വാസികളെ തഫ്സീറുകളിൽ ചിലപ്പോൾ നമ്മൾ കാണും മുമ്പുള്ളത്, അതിന്റെ പ്രതിഫലം അവർക്ക് കാണും, പ്രതിഫലം കാണുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മുടെ നാടുകളിൽ ക്യാമറകളൊക്കെ വന്നു അല്ലേ? ഈ ക്യാമറകളൊക്കെ വന്നതിന് ശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ രംഗം, എന്താ രംഗങ്ങൾ. ഇതൊക്കെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കാണില്ലേ? യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈലിൻ മുഖ്തറ വമാ അമിലത് മിൻ സൂ എന്നാണ്. എന്ത് നന്മ ചെയ്തോ അതവർ നേർക്ക് നേരെ കാണും, എന്ത് തിന്മ ചെയ്തോ അത് കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത രംഗങ്ങൾ ഇങ്ങനെ ആ തെറ്റ് ചെയ്യുമ്പോഴും നന്മ ചെയ്യുമ്പോഴും അതേ രംഗങ്ങൾ നമ്മൾ പരലോകത്ത് കാണുമ്പോ എങ്ങനെ വിശ്വാസികൾ നമ്മളെ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ?
ഇത് ആ രംഗങ്ങൾ തന്നെ വരുമെന്നുള്ളതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരണം നൽകിയിട്ടുണ്ട്. ആ രംഗങ്ങൾ തന്നെ നമ്മൾ കാണുന്നതാണ്. ഏതാ വിശദീകരണം? ഒരാൾ എവിടെ വെച്ചാണോ നമസ്കരിച്ചതെങ്കിൽ ആ നമസ്കരിച്ച സ്ഥലം അയാൾക്ക് വേണ്ടി സാക്ഷി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമസ്കരിച്ച സ്ഥലം നമുക്ക് വേണ്ടി സാക്ഷി പറയുമ്പോൾ ആ രംഗം, ആ സ്ഥലം തന്നെ നമ്മൾ കാണുകയാണ്. ആ സ്ഥലം തന്നെ നമ്മൾ കാണും എവിടെ വെച്ചാ നമസ്കരിച്ചത് എങ്കിൽ ആ രംഗങ്ങളാണ് നമുക്ക് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടവൂർ ഇവിടെ എത്തിയിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് തിരക്കുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ബാക്കി കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹലോ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ മഹൽ സംഗമത്തെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബിനെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. വേദിയിൽ നമ്മൾ നിർത്തിവെച്ച മുഹമ്മദ് മൗലവിയുടെ പ്രഭാഷണം വേദിയിൽ തുടരുന്നു. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പിരടിയിൽ നിന്ന് ഒരു ഗ്രന്ഥത്തെ പുറത്തെടുക്കുകയും അത് വായിക്കാൻ വേണ്ടി നമ്മളോട് പറയുകയും ചെയ്യും. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെയല്ല ഈ ഗ്രന്ഥം എന്നുള്ളത്. ആ ഗ്രന്ഥത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത്, ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ് ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. ഈ ഗ്രന്ഥം നമ്മൾ വിചാരിച്ച മാതിരിയല്ല. അല്ലാഹു പറയുന്നത് യൻതിഖു അലൈക്കും ബിൽ ഹഖ്, സത്യമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? ഇന്നാ കുന്നാ നസ്തൻസിഖു, ഞാൻ നുസ്ഖ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. നുസ്ഖ കോപ്പി എടുക്കുമ്പോൾ അള്ളാഹു പ്രയോഗിച്ചത് ചിത്രം എടുക്കും, ഫോട്ടോ എടുക്കുന്നല്ല. ഈ പദമായിട്ട് ഞാൻ ഗൾഫിൽ ജോലി ചെയ്തപ്പോൾ അത്ഭുതകരമായൊരു സംഭവം കണ്ട ആളെയാണ്. എന്താ നിങ്ങൾ, ഒരാളൊരു സർട്ടിഫിക്കറ്റ് എൻ്റെ അടുക്കൽ തന്നു. ഞാനത് ഫോട്ടോ എടുത്ത സമയത്ത് അത് നിറയെ കോപ്പി 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 എന്ന് പറഞ്ഞ സാധന വന്നത്. പക്ഷെ അതും ഉണ്ടായിരുന്നില്ല, അത് ഒറിജിനലാ. കോപ്പി എടുക്കുമ്പോൾ ഉള്ളിൽ ഒളിഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ വരെ വരും. നാം പകർപ്പെടുക്കുക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മവും, സൽക്കർമ്മത്തിൻ്റെയും പകർപ്പ്, കുറ്റകൃത്യങ്ങളുടെയും പകർപ്പ് എല്ലാം അല്ലാഹു എടുക്കുമ്പോൾ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. അതേതാ? നമ്മുടെ മനസ്സിനകത്തുള്ള ഉദ്ദേശശുദ്ധി വരെ ആ പകർപ്പിൽ വന്നു. രക്ഷപ്പെടുമോ വിശ്വാസികളെ? നമ്മൾ ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ എന്നാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു പകർപ്പ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുമെന്നാണ്. ആ പകർപ്പെടുത്തലേ വിചാരണ നോക്കി നിങ്ങൾ ഹദീസിൽ വന്നിട്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആദ്യമായി പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ ഒരു മനുഷ്യനെയാണ്. അവനെ കൊണ്ടുവരപ്പെടും പടച്ചറബിന്റെ മുമ്പിലേക്ക്. ഇതുപോലെ കേട്ടോ നമ്മളെല്ലാവരും വിചാരണ ചെയ്യാന്ന് കൂടി മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞു തരുന്നത്. ദുനിയാവിൽ അള്ളാഹു കൊടുത്ത മുഴുവൻ സുഖ സൗകര്യങ്ങളും അള്ളാഹ് അവന് പറഞ്ഞു കൊടുക്കും. ഇനി സുഖങ്ങളൊക്കെ ഞാൻ നിനക്ക് തന്നില്ലേ എന്ന് പടച്ചോ നമ്മളോട് പറയും. രക്തസാക്ഷിയോട് അള്ളാഹു പറയും. എന്നിട്ട് ആ രക്തസാക്ഷിയോട് ചോദിക്കും, എന്താണ് ഇതിന് പകരമായി നീ ചെയ്തത്? അയാൾ പറയും, പടച്ചറബ്ബേ, രക്തസാക്ഷിയാകുന്നത് വരെ ഞാൻ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. അള്ളാഹു പകർപ്പെടുത്തു, ഹൃദയത്തിന്റെ പകർപ്പ്. ഉള്ളിലുള്ളത് എന്താണെന്നറിയോ? നീ പറഞ്ഞത് കളവാണ്. വലാകിൻ ഖാതൽത, പക്ഷെ നീ യുദ്ധം ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ കാണുന്നുണ്ട്, യുദ്ധം ചെയ്തത്. വലാകിൻ ഖാതൽത ലിയുഖാല ഇന്നക ജരീ ഫഖദ് ഖീൽ, നീ വലിയ സമർത്ഥനായ പടയാളിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു നീ യുദ്ധം ചെയ്തത്. അങ്ങനെ നിന്നെ കൊണ്ട് പറയപ്പെട്ടു. ഫഉമിറ ബിഹി ഫസുഹിബ അലാ വജ്ഹിഹി ഇലന്നാർ, അവന്റെ മുഖത്തിലൂടെ വലിച്ചുകൊണ്ട് അവനെ നരകത്തിലേക്കിടും. ഇതൊക്കെ മുസ്ലിമീങ്ങൾക്കുള്ളതാ, മുസ്ലിമീങ്ങൾക്കുള്ളതാ ഹദീസിലുള്ളത്. രണ്ടാമത്തെ മനുഷ്യൻ വറജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ. വഖറഅൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത മനുഷ്യൻ. ഫഊതിയ ബിഹി, അവനെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടും. അവനും സുഖ സൗകര്യങ്ങൾ കാണിച്ചു കൊടുക്കും. ചോദിക്കും, എന്താ പകരം ചെയ്തത്? അയാൾ പറയും, ഞാൻ പഠിച്ചു പഠിപ്പിച്ചു എന്നൊക്കെ പറയും. അല്ലാഹ് പറയും, കളവാ നീ പറഞ്ഞത്. പക്ഷെ നീ പഠിപ്പിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തത് ലിയുഖാല ഇന്നക ഖാരി, നീ സമർത്ഥനായ
ഒരു നല്ല ഓത്തുകാരനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്രകാരം നിന്നെക്കുറിച്ച് ആളുകൾ പറഞ്ഞു. ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് പടച്ച റബ്ബ് പുറത്തേക്കെടുക്കും. വിശ്വാസികളെ നമ്മൾ രക്ഷപ്പെടുമോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. കഴിഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെതിരിൽ വീണ്ടും സാക്ഷികളെ കൊണ്ടുവരും. മനുഷ്യന്മാർ പറയും ഞങ്ങളുടെ കർമ്മങ്ങളൊക്കെ അതൊക്കെ പടച്ച റബ്ബേ ഞങ്ങളെതിരിൽ കളവ് പറഞ്ഞുണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ എന്നാണ്, അവരുടെ വായക്ക് സീല് വെക്കുമെന്നാണ്. വിശ്വാസികളെ നമ്മൾ ഭയപ്പെടുക. പടച്ച റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും പടച്ച റബ്ബിനോട് സംസാരിക്കുമെന്ന് ഖുർആൻ പറയുകയാണ്. حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون وقالوا لجلودهم لما شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون. ഈ ആയത്തൊക്കെ നമ്മൾ പേടിക്കണ്ട. ആർക്കും അതിനെക്കുറിച്ചൊക്കെ ഭയമുള്ളത്? എന്താണ് അള്ളാഹ് ഈ പറഞ്ഞത്? ഇതൊന്ന് മനസ്സിലാക്കിക്കണം നമ്മൾ ആരെങ്കിലും. അള്ളാഹുവിന്റെ ശത്രുക്കളെ അള്ളാഹ് പറഞ്ഞതിനെതിരായി നടന്ന ആളുകളെ അള്ളാഹുവിന്റെ അരികിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഷഹിദ അലൈഹിം, അവർക്കെതിരിൽ സംസാരിക്കുന്നതാണ് സമഉഹും. ഏതൊരു കാത് കൊണ്ടാണോ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് അവർ കേട്ടതെങ്കിൽ ആ കേട്ട കാതുകൾ പടച്ച റബ്ബിനോട് സംസാരിക്കും. നമ്മൾ സീരിയലും സിനിമയും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പലതും, പല ആൾക്കാരുടെ കൊഞ്ചലും കുഴയലും ഒക്കെ ഇങ്ങനെ മൊബൈലിലാണെങ്കിലും അല്ലാത്തയിടത്ത് ഇരുന്നിട്ടും പലയിടത്തിരുന്നും നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ചെവികൾ പടച്ച റബ്ബിനോട് സംസാരിക്കുന്ന ദിവസമാണ് വരാനിരിക്കുന്നത്. പേടിക്കണ്ടോ നമ്മള്? സമൂഹം കഴിഞ്ഞാൽ വാബുസാറുഹും എന്നാണ്, അവരുടെ കണ്ണുകൾ സംസാരിക്കുമെന്നാണ്. ആരെ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ മുമ്പിലേക്ക് നമ്മുടെ കണ്ണുകൾ പോയിട്ടുണ്ടെങ്കിൽ, ആ കണ്ണുകൾ നിരന്തരമായി അവരുടെ മനസ്സ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ സംസാരിക്കുമെന്ന് അല്ലാഹു ആണ് പറയുന്നത്. വജുലൂദുഹും, അവരുടെ തൊലികളാണ് സംസാരിക്കുന്നത് എന്നാണ്. തൊലികൾ ടച്ച് ചെയ്യാൻ ആഗ്രഹിച്ചാൽ അന്യ പെണ്ണിന്റെ പേര് അന്യ പുരുഷന്റെ ശരീരത്തിൽ തന്റെ തൊലികൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തൊലികൾ പടച്ച റബ്ബിനോട് സംസാരിക്കുമെന്ന് അല്ലാഹു പറയുന്നു. അല്ലാഹു പറയുന്നത് ഈ കൈ കൊണ്ട് അവരുടെ കൈകൾ സംസാരിക്കുമെന്ന് യാസീൻ പറയുന്നു. അവരുടെ കാലുകൾ സംസാരിക്കുമെന്ന് യാസീൻ പറയുന്നു, സൂറത്ത് നൂറിൽ പറയുന്നു. അതെ, അല്ലാഹു പറഞ്ഞതാണ്. അവരുടെ നാവുകൾ യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും, അവരുടെ നാവുകൾ അവർക്കെതിരെ സാക്ഷി പറയും. വായയല്ല, നാവുകൾ സംസാരിക്കും. എന്തൊക്കെ സംസാരിക്കുക ഇപ്പോ? നാവ്, കണ്ണ്, ചെവി, ശരീരം, കാലുകൾ, കൈകൾ. കളവുകൾ നടത്തിയിട്ടുള്ള കൈകൾ സംസാരിക്കും. കച്ചവടം നടത്തുമ്പോ എന്തെങ്കിലും ഒരു കേട് വന്ന സാധനം, ഒരു ആപ്പിൾ കച്ചവടക്കാരൻ കേട് വന്ന ആപ്പിളും കൂടി ഈ പാക്കറ്റിലേക്ക് ഇടാം, കീസിലേക്ക് ഇടാം എന്ന ഉദ്ദേശപ്രകാരമാണ് ആ ആപ്പിൾ എടുത്ത കീസിലിട്ടതെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോ ഈ കൈകൾ കൊണ്ട് സംസാരിക്കും. അല്ലാഹ് ഇന്ന ദിവസം ഇവന് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എന്ന് പറയും. ഇങ്ങനെ ഈ കൈ കൊണ്ട് എവിടെ ടച്ച് ചെയ്താലും, ഹറാമുമായ ഏത് കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ കൈകൾ നമുക്കെതിരിൽ സംസാരിക്കുന്നു, തൊലികൾ സംസാരിക്കുന്നു. വഖാലൂ ലിജുലൂദിഹിം, നമ്മൾ നമ്മുടെ തൊലികളോടും കൈകളോടും ഒക്കെ നമ്മൾ സംസാരിക്കും. ലിമ ശഹിത്തും അലൈനാ, എന്തിനാണ് നിങ്ങൾ നമ്മക്കെതിരിൽ പറഞ്ഞത്? നമ്മൾ തന്നെയല്ലേ ഈ നരകത്തേക്ക് പോകാനുള്ളത്? ആ സമയത്ത് അവർ കൊടുക്കുന്ന മറുപടി ഖാലൂ അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച പടച്ച റബ്ബ് ഞങ്ങളെ സംസാരിപ്പിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിച്ചത്. വിശ്വാസികളെ ഈ രംഗമോർത്താൽ ആരാണ് തിന്മ ചെയ്യുക? എപ്പോഴും നമ്മൾ നന്മയല്ലേ ചെയ്യുള്ളൂ. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക. പടച്ച റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. ഇനിയോ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് വെച്ചിട്ടുണ്ട്, പക്ഷേ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പടച്ച റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് അവസാനമായിട്ട്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാ പറഞ്ഞത്. നിങ്ങൾക്കറിയോ അതദ്റൂന മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായവൻ എന്ന് നിങ്ങൾക്കറിയുമോ? പാപ്പരായവൻ എന്ന് പറഞ്ഞാൽ പണമില്ലാത്തവൻ എന്നാണെന്ന് സഹാബിമാര് പറഞ്ഞു. എന്നാൽ എൻ്റെ ഉമ്മത്തിൽ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിക്കുക, നമ്മളെല്ലാവരും അങ്ങനത്തെ ആൾക്കാരാണ്. എന്താണ് മുഫ്ലിസ്? മൻ യഅതി യൗമൽ ഖിയാമ, പരലോകത്ത് വരും. എങ്ങനെ വരുന്നത്? നിസ്കരിച്ചവനായിട്ട്,
നോമ്പ് നോറ്റവനായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്തവനായിട്ടാണ് പരലോകത്ത് വരിക. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്? കത് ശതമഹാദ, ഇവനെ കുറിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാളെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തിയിട്ടുണ്ട്. ആരെങ്കിലൊക്കെ പറയുമ്പോത്തിന് നമ്മളും പറയും, ഓ കേട്ടടി ഓളെ അങ്ങനെ ചെയ്തോലോ ഇങ്ങനെ ചെയ്തോലോ. വിശ്വാസികളെ നമ്മളെ കണ്ണുകൊണ്ട് കണ്ടാൽ പോലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണത്. 4 സാക്ഷികൾ ഉണ്ടായാൽ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാണ് അള്ളാഹ് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടോ നോക്കാൻ വേണ്ടി പടച്ചോൻ നാട്ടിൽ പല രംഗങ്ങളും ഉണ്ടാക്കിയെന്ന് വരാം, പല സംഭവങ്ങളും ഉണ്ടാക്കിയെന്ന് വരാം. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളെ നാവ് കൊണ്ട് പറഞ്ഞാൽ, അതേപോലെ മറ്റൊരുത്തരെ കുറിച്ച് അപരാധിച്ചാൽ, അവന്റെ സമ്പത്ത് നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ പടച്ചോ നമ്മളെടുത്ത് എടുത്തിട്ട് നമ്മളെ സൽക്കർമ്മങ്ങൾ എടുത്ത് അയാൾക്ക് കൊടുക്കുന്ന അവസാനം എല്ലാ സൽക്കർമ്മം വേറാക്ക് കൊടുത്തിട്ട് പിന്നെയും കൊടുക്കുക, അല്ലെങ്കിൽ അയാളെ കുറ്റം നമ്മളെ മേത്തേക്ക് ഇങ്ങോട്ട് വെച്ച് കിട്ടുന്ന പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചോ, ഇവനാ മുഫ്ലിസ്. ഇത്തരം ആളുകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ മഹ്ശറ എന്ന് പറഞ്ഞ രംഗവും പരലോകം എന്ന് പറഞ്ഞതും കുറേ ഉള്ളതാണ്. നീട്ടി കുറേ പറയാനും പറ്റും നമുക്കറിയാം. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ അവസ്ഥ നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാ? നമുക്ക് ഈമാൻ ഉണ്ടാകാനും നമ്മളൊക്കെ പരലോകത്തെത്തുമ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ്. തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നമ്മുടെ മഹല്ലിലെ മുഴുവൻ നിവാസികളും പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളായി മാറാനാണ്. വിശ്വാസികളെ നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് പോവേണ്ടതുണ്ട്. ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അവരുടെ ഒരുപാട് സ്വഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്നും ഇപ്പോൾ പറയണില്ല. നരകത്തിലേക്ക് പോകുക ആരാണെന്നും പറഞ്ഞിട്ടുണ്ട്. ആരാണോ തിന്മകളുമായി വന്നതെങ്കിൽ അവൻ നരകത്തിലേക്ക് മുഖം കുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നരകത്തിലേക്ക് മുഖം കുത്തി വീഴും. എല്ലാവരും നരകത്തിലേക്ക് പോകുന്നത് പാലത്തും കൂടെ പോകുമ്പോൾ വീഴലല്ല, അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഹദീസിൽ എങ്ങനെ വന്നോ അതൊക്കെ നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ വീഴുന്നവരും ഉണ്ട്. പാലത്തുമൂലൂടെ അല്ല, തെക്ക് തിരക്കുള്ള പാലത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്നവരും ഉണ്ട്. ആളുകളെ പിടിച്ച് കൂട്ടത്തോടെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നവരും ഉണ്ട്. ആളുകളെ പിടിച്ചുകൊണ്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോയി നരകത്തിലേക്കിടും. നരകത്തിലേക്ക് മുഖത്തിലൂടെ വലിച്ചു കൊണ്ടിടുന്നവരുണ്ട്. പിറകിൽ നിന്ന് ശക്തമായി നരകത്തിലേക്ക് ഇടുന്നവരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതിന് നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടണം. ഇങ്ങനെ ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്. ഈ ദിവസത്തിൽ ഞാൻ രക്ഷപ്പെടണമെന്ന ഭയമാണ് നമുക്ക് വേണ്ടത്. വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടുന്നവരാണ് സ്വർഗത്തിലേക്ക് പോകുക എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അള്ളാഹിൻ്റെ ഏത് ശിക്ഷനെയും ഭയപ്പെടുക. ഒരൊറ്റ ആയത്ത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാനെങ്ങാനും നരകത്തിൽ പോയാൽ എനിക്ക് ഇന്ന ഗതി വരുമല്ലോ എന്ന് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹ് പറഞ്ഞത് വയുസ്ഖാ മിൻ മാഇൻ സദീദ് ويسقى من ماء صديد يتجرعه ولا يكاد يصيعه ويأتيه الموت من كل مكان وما هو بميت ومن ورائه عذاب غليظ. ഈ പേടിണ്ടെങ്കിലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. വയുസ്ഖാ മിൻ മാഇൻ സദീദ്, ചലമാണ്. നമ്മളെ ശരീരത്തിൽ നിന്ന് ഒലിക്കണ ചലം കണ്ടില്ല നിങ്ങൾ? എത്ര ദുർഗന്ധം ഉണ്ടാവും. ആ ദുർഗന്ധമുള്ള ചലവും രക്തവും ഒലിച്ചിറങ്ങുന്നത് അവന് കുടിക്കാൻ കൊടുക്കുക. കുടിക്കല്ല, അവന്റെ വായയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നരകം എന്ന് പറഞ്ഞാൽ അനുഭവിപ്പിക്കുകയാണ് പടച്ച റബ്ബ്. ആ അനുഭവിപ്പിക്കുന്ന ശിക്ഷകള് തിന്മകൾ ചെയ്ത ആളുകൾക്കാണ് ഉണ്ടാകുക. അള്ളാഹുവും റസൂലും പറഞ്ഞത് അനുസരിക്കാത്തവർക്കാണ്. അതുകൊണ്ട് അള്ളാഹുവും റസൂലും പറഞ്ഞത് അനുസരിക്കുകയും അള്ളാഹുവും റസൂലും പറഞ്ഞതിന് അവർക്കിഷ്ടമുള്ളത് മാത്രം നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുക. ഈ ചലവും രക്തവും വായിലേക്ക് ഒഴിച്ചേരുമ്പോൾ അവരത് കുടിച്ചിറക്കാൻ നോക്കും. പക്ഷെ അവർക്കത് കുടിച്ചിറക്കാൻ കഴിയില്ല. കാരണം ഇത്രയും ഗന്ധം ഈ ചലമാണ് കുടിക്കുന്നത്. ചലം മണമുള്ളതാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ മണം ഉണ്ടാകുമല്ലോ. ആ മണമുള്ളത് കുടിക്കാൻ കഴിയില്ല, വായിലേക്ക് ഒഴിക്കും. എല്ലാ ഭാഗത്തു നിന്നും മരണം അവന് വരും. മരിക്കും 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 തോന്നും. മരിക്കും. അത്രമാത്രം മോശപ്പെട്ട പാനീയം. ഇങ്ങനെ എത്ര എത്ര ശിക്ഷാമുറകളുണ്ട് നരകത്തിൽ. ഇതൊക്കെ ഖുർആനിൽ പറഞ്ഞ് ഏതാ നമ്മൾക്ക് പേടില്ല?
നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞ് നടക്കുക എന്നല്ലാതെ വിശ്വാസികളായിട്ട്. ഖുർആനിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ശിക്ഷ നമ്മുടെ ആരെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ? നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഈ ശിക്ഷ എനിക്ക് വരുമല്ലോ, ഇന്ന രൂപത്തിൽ കളവ് പറഞ്ഞാൽ അത് വരുമല്ലോ, തിന്മകൾ ചെയ്താൽ ഇത് വരുമല്ലോ, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ചെയ്താൽ ഇത് വരുമല്ലോ, എൻ്റെ ഉമ്മയെയും ഉപ്പയെയും പ്രയാസപ്പെടുത്തിയാൽ എനിക്ക് ഈ ശിക്ഷ വരുമല്ലോ എന്ന് ആരാ ഭയപ്പെടുന്നത്? നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്ന എല്ലാവരും വിചാരം. ആർക്കും സുഖമായിട്ട് ജീവിക്കാൻ കഴിയില്ല. ഒക്കെ പടച്ച റബ്ബാണ് നിയന്ത്രിക്കുന്നത്. എന്നെ നിയന്ത്രിക്കുന്നത് രക്ഷിതാവാൻ. അത് പടച്ചോൻ കാണിച്ചു തരാൻ പലർക്കും പല രോഗവും പെട്ടെന്നുണ്ടാക്കിയിട്ട്. അതുകൊണ്ട് ഇവിടെ ആർക്കും എന്തും നേടാമെന്ന് വിചാരിച്ച് എൻ്റെ ജീവിതം അതെൻ്റെതാണ്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന ഒരു കാര്യം നമുക്ക് വേണ്ട. അത് നമുക്ക് സ്വാതന്ത്ര്യമല്ല. കാരണം നമ്മളെ ജീവിതം നമ്മളെ ഇഷ്ടമനുസരിച്ചല്ല, അള്ളാന്റെ ഇഷ്ടമനുസരിച്ചാണ്. അള്ളാഹ് നമുക്ക് ഭൂമിയിൽ ജീവിതം നൽകിയത്. ആ അള്ളാഹ് ഏത് നിമിഷവും പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു വിളിക്കും. സൽക്കർമ്മം ചെയ്തിട്ടുണ്ടോ, അള്ളാഹ് പറഞ്ഞതനുസരിച്ചിട്ടുണ്ടോ, അവൻ രക്ഷപ്പെടും. ഇല്ലേ നരകത്തിലായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നരകത്തിയിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് പറഞ്ഞാൽ നിരന്തരമായി അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ അള്ളാഹുവിനോട് നരകം തന്നെ പ്രാർത്ഥിക്കുമെന്നും നബി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു നരകശിക്ഷയിൽ നിന്ന് നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ്.